ജീവിത രസങ്ങളുടെ സംഗമസ്ഥാനമായ RSTയുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കണ്ടോ, പാവയ്ക്ക. ഇന്ന് ഇത് വെച്ചിട്ട് ഞങ്ങൾ പുതിയൊരു ഐറ്റം നിങ്ങൾക്കുണ്ടാക്കി കാണിച്ചു തരാം. നമ്മളതിൻ്റെ പാവയ്ക്കൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുള്ള് പോലുള്ള സാധനം നമ്മൾ ഇങ്ങനെ ചീകിയെടുക്കുക. ഇതുപോലെ ഇത് പതുക്കെ ചീകിയെടുക്കണം. ഇത് തെറിപ്പിച്ച് കളയരുത്, പതുക്കെ ചീകിയെടുക്കണം ഇതിൻ്റെ. അപ്പം നമ്മളിത് പിച്ചാത്തി വെച്ചും ചെയ്യാം, പീലർ വെച്ചും ചെയ്യാം. പീലർ വെച്ച് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലേ, അത് പീലർ വെച്ചാകുമ്പോൾ ഇത് പിച്ചാത്തിയുടെ മൂർച്ച കൊണ്ട് അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് പീലർ വെച്ച് ഇങ്ങനെ ഇതൊക്കെ എടുക്കുന്നത്. ഞങ്ങൾ 3 പാവയ്ക്കാണ് എടുത്തിരിക്കുക. അപ്പം 3 എണ്ണം നമുക്കിതുപോലെ അതിൻ്റെ മുള്ള് ചീയെടുക്കാം. ചീയെടുത്തിട്ട് ഈ മുള്ള് നമുക്ക് കളയാനുള്ളതല്ല, ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മാറ്റി വെക്കാം. നല്ലതായിട്ട് ചീയെടുത്ത് അതിൻ്റെ മുള്ള് ചീയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചീകി എടുത്തതായത് വലുതായിട്ട് കിടക്കില്ല, അപ്പം അതിനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ചോപ്പ് ചെയ്തെടുത്ത പാവയ്ക്ക നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചീകി വെച്ചിരിക്കുന്ന ഈ പാവയ്ക്ക അതിൻ്റെ 2 അറ്റവും പൊട്ടിപ്പോകാതെ അതിൻ്റെ നടുഭാഗത്ത് ഒരു കട്ടുണ്ടാക്കുക. എന്നിട്ട് അതിനകത്തുനിന്ന് അതിൻ്റെ അരി മാറ്റിക്കളയുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ പെതുക്കെ വേണം അതിനകത്തുനിന്ന് അരി എടുക്കാനായിട്ട്. അതിൻ്റെ 2 അറ്റവും വിട്ടു പോകരുത്. ഇതുപോലെ പെതുക്കെ അതിനകത്തുനിന്ന് ആ അരി മാറ്റണം. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ഇതിനകത്ത് ഇത് 2 സൈഡും പൊട്ടാതെ തന്നെ ഇതിനകത്ത് വേണ്ട അരിയെല്ലാം മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ബൗളിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് ഇതിലേക്ക് നമ്മൾ അരി എടുത്ത് കളഞ്ഞ പാവയ്ക്ക ഇതിലേക്ക് നമുക്ക് മുക്കി വെക്കാം. ഇപ്പം നമ്മളെടുത്ത 3 പാവയ്ക്കയും വെള്ളത്തിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2-3 കതിർപ്പ് കരിയാപ്പില. ഇപ്പം ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. 2-3 സവാള, പിന്നെ 1 കഷ്ണം ചെറിയ ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്. ഇത് പച്ചമാങ്ങ ഇതിനകത്ത് പ്രത്യേകമായിട്ട് ഇത് നമുക്ക് ചേർക്കേണ്ടത്. ഇത് പച്ചമാങ്ങയാണ് ഇത് ചെയ്തിരിക്കുക. ഇത് പച്ചമാങ്ങ ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ മാങ്ങ പൗഡർ, മാംഗോ പൗഡർ എന്ന് പറഞ്ഞിട്ട് അത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പം ഞങ്ങൾ പച്ചമാങ്ങ എടുത്തു. അത് പച്ചമാങ്ങ ആയാലും മാങ്ങയുടെ പൗഡർ ആയാലും കുഴപ്പമില്ല. മാങ്ങയുടെ പൗഡർ ആണെങ്കിൽ ഒരു 2 സ്പൂൺ ചേർക്കുക. ഇനി ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കി ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴറ്റിയെടുക്കണം. ഇതെല്ലാം പാൻ വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് കടുകിടേണ്ട ആവശ്യമില്ല. ഇനി ഓരോരോ സാധനങ്ങളായിട്ടിട്ട് നമുക്ക് അത് വഴറ്റിയെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്ന് വഴറ്റാം. നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കടുകിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാവയ്ക്കായി വിടാം. പാവയ്ക്ക നമ്മൾ ചീനി വെച്ചിരുന്നില്ലേ, കുത്തി വെച്ചിരുന്ന ആ പാവയ്ക്കായി കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. പാവയ്ക്ക ഇതും കൂടെ ചേർത്ത് നമുക്കിങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കണം.
ഇനി കരിവേപ്പില ഇതിൽ ചേർക്കാനുള്ള കരിവേപ്പില ചേർക്കാം. കുറച്ച് സമയം ഒന്ന് വഴന്ന് വരും. ഇപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം നല്ല വഴന്ന് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് അത് പിടിക്കുമല്ലോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കും. ഇനി ഇച്ചിരി സമയം ഒന്ന് വഴന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പിലും കിടന്നൊന്ന് വഴന്ന് വരും. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതിനാവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി ആ മുളകിൻ്റെ പച്ചമണമൊക്കെ മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ കൂട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന പാവയ്ക്ക ഈ വെള്ളത്തിൽ നിന്നെടുത്ത് നമുക്ക് വെള്ളം വാരാനായിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ കൂട്ട് നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് നമ്മുടെ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ മാങ്ങ ചേർത്ത സമയത്ത് നിങ്ങളുടെ ഈ മാങ്ങ പൗഡർ ഉണ്ടെങ്കിൽ 2 സ്പൂൺ മാങ്ങ പൗഡർ ചേർത്താൽ മതി മാങ്ങയ്ക്ക് വരെ. മാങ്ങ ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കായപ്പൊടി എല്ലാ സ്ഥലത്തും ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് വാങ്ങി വെക്കാം. നമ്മുടെ കൂട്ടെല്ലാം വഴറ്റി ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാണണം. നമ്മൾ എടുത്തു വെച്ചിരുന്ന പാവയ്ക്കയിലേക്ക് നമ്മുടെ കൂട്ട് നിറയ്ക്കാനായിട്ട് പോവുകയാണ്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. പാവയ്ക്ക പൊട്ടിപ്പോകരുത്. സ്പൂൺ വെച്ച് വളരെ പെതുക്കി അതിനകത്ത് നിറയ്ക്കണം. ഏകദേശം അതിനൊരു 1/4 ഭാഗം നിറച്ചാൽ മതി. അത് ഫുള്ളായിട്ട് ഇടിച്ച് നിറയ്ക്കണ്ട. ഇപ്പം കണ്ട നമ്മൾ ഒരെണ്ണം നിറച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. എന്നിട്ട് അത് നമ്മളിങ്ങനെ അടുപ്പിച്ച് വെക്കണം. ഇനിയും ബാക്കിയുള്ള 2 എണ്ണം കൂടി നമുക്ക് നിറച്ചെടുക്കാം. അപ്പം ഞങ്ങൾ പാവയ്ക്കകത്ത് അതിൻ്റെ കൂട്ടെല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ എന്തുവാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കാണണം. ഈ വള്ളി കിടക്കുന്നത് കണ്ടല്ലോ, ഇത് ഞങ്ങൾ വാഴയുടെ വള്ളിയാണിത്. ഇത് നമ്മളെടുത്ത വാഴവള്ളി വെച്ച് ഇത് 1-2 പ്രാവശ്യം ചുറ്റി കെട്ടി വെക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അടപ്പയിൽ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്ന സമയത്ത് ഇത് അതിനകത്തുനിന്ന് പൊട്ടി പുറത്ത് പോകാതിരിക്കാനായിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത് നൂല് വെച്ചും കെട്ടാനൊക്കും. ഇത് ഞങ്ങൾ പിന്നെ ഇവിടെ വാഴവള്ളി ഉള്ളതുകൊണ്ട് വാഴവള്ളി നാച്ചുറലായിട്ട് വാഴവള്ളി നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വെച്ച് ചെയ്തതാണ്. ഇത് നമ്മൾ സ്റ്റഫ് ചെയ്ത പാവയ്ക്ക റെഡിയായി ഇരിപ്പുണ്ട്. ഇത് നമ്മൾ ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനിലെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഓരോന്നായി വെച്ച് കൊടുക്കാം. നമ്മളിത് ചെറിയ തീയിലിട്ട് കൊടുക്കണം. സിമ്മിലിട്ട് കൊടുത്തിട്ട് അത് അവിടെ പെതുക്കി ഇരുന്ന് മൂക്കട്ടത്. അത് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഒന്ന് അവിടെ നിന്ന് മൊരിയട്ടെ. അപ്പം എന്നും പറയുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള രസക്കാഴ്ചകൾ വീണ്ടും കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽബട്ടനോട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇടുന്ന എല്ലാ രസക്കാഴ്ചകളും നിങ്ങളിലേക്ക് വേഗം എത്തുന്നതായിരിക്കും. ഒരു 5 മിനിറ്റ് നമ്മളിപ്പോൾ മൂപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഇതെന്തായി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ വശം ഇതുപോലെ ഓരോ വശവും നമ്മൾ തിരിച്ചിട്ട് ആ ഭാഗം നമ്മൾ മൂപ്പിച്ച് എടുക്കണം. ഇതുപോലെ നമുക്ക് വേണ്ട തിരിച്ചിട്ട് ഇതിൻ്റെ ഓരോ വശങ്ങൾ മൂക്കാനുള്ള ഓരോരോ വശങ്ങൾ നമുക്ക് വേണ്ട ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് ആ വശങ്ങൾ നമുക്ക് മൂപ്പിച്ച് എടുക്കാം. കണ്ടോ, നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മളെപ്പോഴും ഇതിന് ഐറ്റം എന്നേ പറഞ്ഞുള്ളൂ. ഇതിൻ്റെ പേരെന്തുവാന്ന് ഇതുവരെ പറഞ്ഞില്ല. ഇതിൻ്റെ പേര് ഞങ്ങൾ വിളിക്കുന്നത് പാവയ്ക്ക നിറച്ചതെന്ന്, അല്ലെങ്കിൽ പാവയ്ക്ക പോക്കറ്റ് എന്ന് പറയും, സ്റ്റഫ്ഡ് പാവയ്ക്ക, ഇങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത്. ഇനി നമുക്ക് പാവയ്ക്കയുടെ കെട്ടൊന്ന് അഴിച്ചെടുക്കണം.
അതിന് നമുക്ക് കിച്ചൺ സിസർ ഉപയോഗിച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കഴിക്കാനായി ഒന്ന് പ്രസന്റ് ചെയ്യാം. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പിന്നെ മോട്ടർ റൈസിൻ്റെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇത് വെജിറ്റബിൾ കഴിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. ഒരു തൈരും കൂടെ ഉണ്ടെങ്കിൽ റെഡി. ഇപ്പം ഞങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ്, പിന്നെ കുറച്ച് തൈര്, പപ്പടം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പാവയ്ക്ക പോക്കറ്റ് അല്ലെ പാവയ്ക്ക നിറച്ചത്. ഇപ്പം ഇതിനകത്തുനിന്ന് നമ്മൾ വേണ്ട പാവയ്ക്ക നിറച്ചത് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ചേർക്കുക. വേണ്ട വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി. പാവയ്ക്കയുടെ കയ്പൊന്നുമില്ല, വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് അടക്കത്തില്ലല്ലോ, അവളും കൂടെ അറിയണമല്ലോ. പാവയ്ക്കയും കൂടെ വെച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്ക് എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? സൂപ്പറാ. നമ്മുടെ പാവയ്ക്കയുടെ കയ്പൊന്നുമില്ല, നമ്മൾ ഉപ്പിലിട്ടത് കാരണം അതിന്റെ കയ്പെല്ലാം പോയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. ഇതിനകത്ത് മാങ്ങ ചേർത്തിരിക്കുന്നുണ്ട്. ആ മാങ്ങയുടെ പുളിയും ഇതെല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആണ്. എല്ലാം കൂടെ സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പൊ നമ്മളിത് ഏതെങ്കിലും യാത്ര ചെയ്യാൻ 1-2 ദിവസം നമ്മൾ താമസിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കി അഴുക്കാകത്തേ ഇല്ല, ചീത്തയാകത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നമുക്കിത് പാഴ്സലായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് 2 ദിവസമൊക്കെ ഇരിക്കും, ഒട്ടും ചീത്തയാകത്തില്ല. അപ്പം ഞങ്ങളുടെ പാവയ്ക്ക നിറച്ച എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അതെല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് ലൈക്ക് തരികയും അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും രസക്കാഴ്ചകളൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണം. അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കൂ. Love you all. RSD.